എത്തിയിട്ടാകുമ്പോയില്ലേ നമ്മളടുത്ത എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിറ്റേന്ന് തന്നെ അനിയൻ്റെ കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടലുണ്ടായിന് ഇക്കാൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം കാണാമല്ലോ അല്ലേ. വലിയ ആഘോഷമായിട്ടൊന്നല്ല, ചെറിയതായിട്ട് തന്നെ ഒരു തൊട്ടിൽ കെട്ടൽ. അതിൻ്റെ ഇടയിൽ മോളെ പാട്ടെല്ലാം താരാട്ട് പാട്ടെല്ലാം ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഇട്ടതാണ്. അപ്പോൾ അവിടെ മോൻ്റെ പെണ്ണും വന്നിട്ടുണ്ടായത് ഈ ചുരിദാറിട്ടതാണ് മോൻ്റെ പെണ്ണ്. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോയിൽ. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ അടുത്ത റിലേഷന് നിൽക്കാൻ്റെ. അപ്പോൾ അടുത്ത് തന്നെയല്ലേ, അങ്ങനെ മോളും വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഒരു കുഞ്ഞു പരിപാടി, എന്നാലും നല്ല ഉണ്ടായിന്. എന്താ പറഞ്ഞാൽ ഞാൻ പോയതുകൊണ്ട് തന്നെ ഉമ്മ അത് പെട്ടെന്ന് തന്നെ ആ പരിപാടി വെച്ചതാണ്. അല്ല കുറേ നാളുകൂടി കഴിയേണ്ട ഒരു പരിപാടി ഞാൻ പോയതുകൊണ്ട് പെട്ടെന്നാക്കി. അങ്ങനെ ഇക്കാൻ്റെ കസിൻ്റെ കുഞ്ഞും അങ്ങനെ കുറേ കുട്ടീസെല്ലാം അവിടെ ഉണ്ടായിന്. ഇത് പിന്നെ ഒരു അനിയൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന്. 2 ദിവസം മുമ്പാണ് ബർത്ത്ഡേ. അപ്പോൾ ആഘോഷമൊന്നും ആക്കിയിട്ടുണ്ടായില്ല, കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ അന്നത്തെ ദിവസം കുറേ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അന്നത്തേക്ക് കേക്ക് കട്ടിങ് എല്ലാം ആക്കി. അപ്പോൾ ആഘോഷം 2ആയി, തൊട്ടിൽ കെട്ടലും പിന്നെ ബർത്ത്ഡേ ആഘോഷിച്ച് അങ്ങനെ 2ആയി. ആഘോഷമൊന്നുമല്ല, മോൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അനിയൻ്റെ വൈഫ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് കേക്ക് ബിസിനസ് എല്ലാം ഉണ്ട്, നല്ല കേക്കെല്ലാം ഉണ്ടാക്കും. നല്ല അടിപൊളി കേക്ക് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ് ഇത്. ഓളെന്നെ ഉണ്ടാക്കിയതാണിത്. അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്യലും അങ്ങനെയെല്ലാം ചെറുതായിട്ടൊരു ആഘോഷം അതും നടന്നു തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ, ഞാൻ അന്ന് തന്നെ എനിക്ക് ഒന്നാമത് ടൈം ഉണ്ടായിട്ടാണ്, നാട്ടിൽ പെട്ടെന്ന് വരണേയും വേണമല്ലോ, നമ്മൾ ഹോസ്പിറ്റലും അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഒരു പോക്കല്ല അതിന്. അതുകൊണ്ട് തന്നെ എനിക്ക് 2-3 വീടെല്ലാം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോകുമ്പോൾ ആഗ്രഹം ഉണ്ടായിന്. 2-3 വീടുണ്ടായിന് കാണാൻ. അതിൽ ഒന്നാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ പെങ്ങളായിട്ട് വരും, ഇളയപ്പൻ്റെ മോളെ വീടാണിത്. അപ്പോൾ അത് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിന്. അങ്ങനെ അതും കാണാൻ പോയി, ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതാണ്. നമുക്ക് സമയമില്ലതിനല്ലോ, അങ്ങനെ പെട്ടെന്ന് വീട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. നല്ല അടിപൊളി വീടാണ്, മാഷാ അല്ലാ. അങ്ങനെ വീട്ടിൻ്റെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിന്. ഫുഡ് കഴിക്കലല്ലേ നമ്മളെ മെയിൻ പരിപാടി നാട്ടിൽ പോയെങ്കിൽ. അങ്ങനെ അതെല്ലാം ആക്കിയതിന് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും ഇവിടുന്ന് കുറേ കൊണ്ടുപോയിട്ടുണ്ടായിട്ട് നാട്ടിൽ നിന്ന് എടുക്കാൻ നട്ട് അങ്ങനെ കുറേ പരതിയിട്ട് എനിക്ക് കിട്ടില്ല. പിന്നെ ഷൈമ പറഞ്ഞന്ന് ഇവിടെ പോയിട്ട് നോക്ക് എന്നിട്ട് അങ്ങനെ കാസർഗോഡ് തന്നെയുള്ള സിയാറത്തില്ലേ, മൈ സിയാറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ആടെ പോയിട്ട് കുറച്ച് ഞാൻ ചുരിദാറെല്ലാം എടുത്തിട്ട് നല്ല കോട്ടനാണ്. എനിക്ക് കോട്ടൻ തന്നെ വേണമെന്ന് എപ്പോഴും നിർബന്ധമാണ്, അങ്ങനെ കിട്ടലില്ല. അന്നങ്ങ് കിട്ടുന്നിടത്തുനിന്ന് ഞാൻ എടുക്കലുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത്. മെറ്റീരിയലുണ്ട്, റെഡിയുണ്ട്. അങ്ങനെ ഞാൻ റെഡി തന്നെയാണ് എടുത്തത്. അങ്ങനെ മക്കൾസിനും എനിക്കും എല്ലായിട്ട് കുറച്ച് ചുരിദാറെല്ലാം എടുത്തിനും എല്ലാം. അങ്ങനെ ഇതെല്ലാവർക്കും അറിയാമല്ലോ സിയാറത്ത് അല്ല, ചെറിയൊരു ഷോപ്പാണ്. പക്ഷേ സാധനമെല്ലാം നല്ല ഡ്രസ്സെല്ലാം നല്ല ഡ്രസ്സാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പ്യൂർ കോട്ടൺ അല്ലേ, അങ്ങനെ വിലയും അത്ര വലിയ വിലയൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പോയിട്ട് എടുത്തോ. എനിക്ക് ഷൈമ പറഞ്ഞു തന്നതാണിത്. അങ്ങനെ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതാണെന്ന്. അങ്ങനെ പിന്നെ നമുക്ക് വിരുന്നതൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പോന്ന് അങ്ങനെ പോയിട്ട് ഇതും അങ്ങനെ ഒരു മറ്റേ റിലേഷൻ്റെ അടുത്ത് അവിടെ പോയിട്ട് കഴിച്ചതാണ് ഇത്. ലീലമ്മ ഉണ്ടാക്കിയ ഫുഡ് കറിയെല്ലാം കുറേ ഐറ്റംസ് ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഒരു റിലേഷൻ്റെ അവിടെ പോയി, ആടെയും കുറേ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. വീഡിയോ എടുക്കാൻ മറന്നു അതിനത്. എന്താ പറഞ്ഞാൽ ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ നമുക്ക് ഓരോടാവുമല്ലോ കളിയും അതെല്ലാം. അങ്ങനെ എനിക്കതും വിട്ടുപോയിന് വീഡിയോ എടുക്കൽ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട് കാണാൻ പോയിന്. അതും ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചിട്ട് പോയ ഒരു വീടാണ്, കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിൽ വന്നെങ്കിൽ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ സൂപ്പെല്ലാം കുടിക്കുന്നുണ്ട്, കുറേ കുട്ടീസ് ഉണ്ടായിന് അവിടെ. അങ്ങനെ എല്ലാം പോയിട്ട് ആടുന്ന് പിന്നെ ഒന്നും പറയണ്ട, മാഷാ അല്ലാ. എന്ത് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കൽ എങ്ങനെയെന്ന് എനിക്ക് പിന്നെ അങ്ങനെയല്ല, ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. പല ഭാഗങ്ങളും
വിട്ടുപോയി എന്നല്ല, കുറേ ഞാൻ എടുത്തിന്. ഒരുപാടൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. മാഷാ അല്ലാ, എനിക്ക് ഏറ്റവും ഈ പുരയിൽ ഇത് എന്ത് തോന്നിയത്, അത്ര ഇഷ്ടമായ ഒരു സ്ഥലമാണ്. ഞാൻ കാണിച്ചില്ലേ മതിൽ ഖുർആനെല്ലാം എഴുതി വെച്ചിട്ടില്ലേ, അതെല്ലാം ഭയങ്കര രസമായിന്. ആ വീട്ടിൻ്റെ ഭംഗി അതന്നെയെന്ന് പറയാം. പിന്നെ ലൈറ്റിങ്സും അങ്ങനെയെല്ലാം മാഷാ അല്ലാ എല്ലാം ഒന്നിനൊന്ന് വെച്ചോന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുന്നത്, കണ്ട് കൊതി തീർന്നിട്ടാന്ന് തന്നെ പറയാം. അത്രയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഞാനെല്ലാം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ ചെയറും ഓരോ ഇതെല്ലാം ഇല്ലേ, മക്കളിതെല്ലാം കാണിച്ചു തരുന്നുണ്ടായിന്. എനിക്ക് പിന്നെ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. മോനെല്ലാം എങ്ങനെ പറഞ്ഞത് ഇത് ഈ ബ്രാൻഡ് മമ്മി അങ്ങനെ ഇങ്ങനെ. നല്ല രസമുണ്ടായിന്, അറിയോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിന്. അങ്ങനെ അതെല്ലാം നോക്കിന്. കാരണം എന്താ പറയുക, നമ്മ ഒരു എന്താ പറയുന്നത്, ഒരു വീടെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ, അങ്ങനെ. അപ്പോൾ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പോകണം, നോക്കണം, ഈ പോരെല്ലാം നോക്കണമെന്ന് പറഞ്ഞിട്ട്. മാഷാ അല്ലാ നല്ല രസമുണ്ടായിരുന്നു എല്ലാം. ആ ഒരു അതിൻ്റെ സ്ഥലത്തല്ലാതെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തത്. പിന്നെ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടായിന്, അതിൻ്റെ എല്ലാം കുറച്ച് വീഡിയോസ് എടുത്ത്. പിള്ളേരെല്ലാം ഒന്നിച്ച് കൂടുമ്പോൾ പിന്നെ ഭയങ്കര രസമല്ലേ, എവിടെ പോയെങ്കിലും പിള്ളേരെ കളിയല്ലേ അല്ലേ നമുക്ക് രസമുള്ളത്. മാഷാ അല്ലാ എനിക്ക് ഈ മതിലിലെ ഈ ഖുർആനില്ലേ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മളിൽ റെഡിമെയ്ഡെല്ലാം ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ലേ, ഇതിങ്ങനെ മതിലിലേക്ക് തന്നെ ചെയ്യിപ്പിച്ചതാണ്. അത് മാഷാ അല്ലാ നല്ല അതിന്. പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോവും ഇതുമെല്ലാം എടുത്തിന്. കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ മൊബൈലിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഞാനിങ്ങനെ ഇട്ടിട്ടില്ല ഒന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എനിക്ക് ഒന്നിനും സമയം ഉണ്ടായിട്ടാ. ഞാൻ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്ന് ഇടാനോ ഒന്നിനും സമയം ഉണ്ടായിട്ടാ. പിന്നെ തിരിച്ച് ഇവിടെ എത്തിയിട്ട് വന്നിട്ട് നമ്മളേക്ക് നമുക്ക് നാട്ടിൽ നിന്ന് എത്തിയ ഒരു ക്ഷീണമെല്ലാം ഉണ്ടാവല്ലോ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. മാഷാ അല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമുക്കില്ലേ ഇങ്ങനെ നമ്മൾ പോയിട്ട് എടുത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കുന്നില്ലേ, മാഷാ അല്ലാ അതെല്ലാം നമുക്കൊരു ഇതല്ലേ. അങ്ങനെ വീടെല്ലാം നോക്കിന്. അങ്ങനെ എന്താ പറഞ്ഞാൽ നമ്മൾ പോയതെല്ലാം നല്ല മഴ ഉണ്ടായിന്, അറിയാം. എപ്പോൾ എവിടെ പോയപ്പോഴും ഞാൻ നാട്ടിലെത്തിയിട്ടാകുമ്പോൾ നല്ല ഇടിയും മഴയും മിന്നലുമാണ് ഉണ്ടായത് തന്നെ. മഴ കാണുന്നില്ല എന്നുള്ള സങ്കടമല്ല എൻ്റേത് അങ്ങനെ മാറിയിന്. അങ്ങനെ പല സ്ഥലത്തും ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടും എൻ്റെ റിലേഷൻ്റെ അവിടെ എല്ലാം പോയിക്കൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടെല്ലാം ഉണ്ടായിന്. ഈ പള്ളിയിൽ ഞാൻ അപ്പം കയറിയിട്ടുണ്ട്. അതിനെ പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ കയറി. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്തായാലും നമ്മൾ എപ്പോഴും നാട്ടിൽ പോയെങ്കിൽ മാലിക് ദിനാറിലും ഇവിടെ ഈ മൊഹീദ്ദീൻ പള്ളിയിലെല്ലാം നമ്മൾ പോകുന്നതല്ലേ, എപ്പോഴും ഉള്ള ശീലമാണ് പണ്ട് മുതലേ, നമ്മളെ കുഞ്ഞുനാളിലേ ഉള്ള ശീലമാണ് അതെല്ലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മതാ കുറച്ച് സാധനമെല്ലാം എടുക്കാനുണ്ടായിന്. അങ്ങനെ ഫിൽറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളും ചെറിയൊരു കുഞ്ഞു ടി വി എല്ലാം വാങ്ങാനുണ്ടായിന്. ഇപ്പോൾ ടി വി ഒന്നും കാണില്ലല്ലോ, ഉമ്മാൻ്റെ ടി വി എല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഭയങ്കര പരാതി ഉണ്ടായിന്. അങ്ങനെ ഉമ്മാക്ക് ടി വിയും പിന്നെ അതെല്ലാം വാങ്ങാൻ പോയിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിലില്ലേ കുറേ ചട്ടിയും പാത്രമെല്ലാം ഞാൻ നോക്കിന്. ഇവിടെ പോയെങ്കിലും ചട്ടിയും പാത്രം കണ്ടാലും അതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ പോകും. അത് നാട്ടിലായാലും വീടായാലും. അത് ഞാൻ കുറേ വീഡിയോയിലെല്ലാം കാണിച്ചിനല്ലോ. അങ്ങനെ ഫിൽറ്ററെല്ലാം നോക്കിയിട്ട് പിന്നെ ചട്ടിയും പാത്രമെല്ലാം നോക്കാൻ പോയിന്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും കുറച്ച് പാത്രങ്ങളെല്ലാം വേണമായിരുന്നു. ഇവിടെ പാത്രം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പാത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. പിന്നെ ഞാനില്ലേ ഈ പ്ലേറ്റ്സും അങ്ങനെയെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നമ്മൾ എത്ര കൊണ്ടുപോകുന്നത്, നമ്മൾ ഇല്ലേ ശരിക്കും നമുക്ക് നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാനില്ലേ ഗ്ലാസിൻ്റെ പാത്രമൊന്നും ഞാൻ യൂസാക്കലില്ല, എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വീണിട്ട് പൊട്ടിപ്പോകുമെന്ന് അറിയിട്ട്. പിന്നെ നമ്മളവിടെ ഹെൽപ്പിന് നിൽക്കുന്ന പിള്ളേരെല്ലെങ്കിലും ഓരോന്നും പൊട്ടിപ്പോകല്ലോ. പിന്നെ നമുക്ക് ഓരോട് ചൂടായിട്ടൊന്നും ഫലമില്ലല്ലോ, ഞാനതൊന്നും യൂസാക്കലില്ല. ഗിഫ്റ്റായിട്ട് കിട്ടിയതിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ അതും ഇതെല്ലാം നോക്കി നടന്നതിന് ഒന്നാമത് ഇക്ക ഒന്നിച്ചില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇഷ്ടംപോലെ നോക്കി നടക്കാമല്ലോ. ഇല്ല ഇക്ക ചട്ടി പാത്രത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് വിളിക്കും എന്നെ, കുറേ പാത്രമൊന്നും വാങ്ങി കൂട്ടണ്ടെന്നിട്ട്. അങ്ങനെ കുറച്ച് ചട്ടി എല്ലാം ഞാൻ വാങ്ങി. ഇങ്ങനെ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്നില്ല, ഇഡ്ഡലിയും ഇടിയപ്പവും ഒന്നിച്ചുണ്ടാക്കുന്ന പാത്രമില്ലേ, അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. അത് നല്ല രസമുണ്ടായിന്. ഞാൻ ഓരോ ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കുക. ഇനി എപ്പോൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അത് പിന്നെ അങ്ങനെയാണ്, എന്തെങ്കിലും വാങ്ങിയെങ്കിലില്ലേ പിന്നെ അടുത്ത വർഷമായിരിക്കും അത് നോക്കൽ, ഞാൻ ഉണ്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യും.
പിന്നെ എന്താ പറഞ്ഞാൽ ഞാൻ വേറെ ഒരു സാധനം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കുറേ ഉണ്ടായിരുന്നു അറിയോ ഈ സ്റ്റീൽ ഞാൻ അലുമിനിയം പാത്രം ഞാൻ നിർത്തിന് വാങ്ങലില്ല. മുമ്പെല്ലാം ഉണ്ടായിന് നമുക്ക് മുമ്പെല്ലാം അലുമിനിയം യൂസ് ചെയ്യുമല്ലോ. ഇപ്പം ഞാൻ അധികം മൺപാത്രവും സ്റ്റീലിൻ്റെതും അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യല്. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിലും യൂസ് ചെയ്യും, അധികം ഞാൻ ഒഴിവാക്കിന്. പിന്നെ ഞാൻ ഇതില്ലേ ഈ പ്രസ് ചെയ്യുന്ന അതൊന്ന് വാങ്ങിന്. ഇത് ഞാനിവിടെ കണ്ടിന്, അപ്പോൾ എനിക്ക് എന്തെന്ന് അറിഞ്ഞിട്ട. പിന്നെ ഇതാണെന്ന് വേറൊരു പെണ്ണുങ്ങും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തന്ന് പൂരി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ആ പ്രസ്സെല്ലാം ഞമ്മ വാങ്ങിന്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ട. അതും ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാവ. എപ്പോൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഞാൻ കൊണ്ടുവന്നിട്ട് വെച്ചിന്. പിന്നെ കണ്ടത് ഈ കുഞ്ഞു കുഞ്ഞ് ഇതില്ലേ സ്പൂണ്. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് കാണുന്നത്. ഇത് കുഞ്ഞാണ്. നമുക്ക് ഇങ്ങനെ വെജിറ്റബിളെല്ലാം കറി വെക്കുമല്ലോ, തോരനെല്ലാം ഉണ്ടാക്കിയല്ലേ നമ്മൾ വറവ് നെല്ലിൻ്റെ കഷ്ടമിട്ടാറ് അതെല്ലാം ഉണ്ടാക്കുമ്പോൾ കൊരി ഇടാൻ നല്ലതാണ്. ഞാനിതെല്ലാം ഇക്ക കാണാതെ തന്നെ ഇങ്ങനെ വെച്ചിന്. ഇക്ക കണ്ടെങ്കിൽ ചൂടാവും. ഈ കുഞ്ഞു കുഞ്ഞു പാത്രമല്ലേ എന്തിനു. അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്തിൽ പോയിട്ട് ഉമ്മൻ്റെ പിന്നെ ഒരു റിലേഷൻ്റെ അവിടെ പോയിട്ട് ആടിയും ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഓരോന്നും എന്താ പറയണ്ടേ, നമുക്ക് ഓരോന്നും ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ അത് നല്ലത് ഇത് നല്ലതെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ കുറേ തരം പുഡിങ്ങും അതും അങ്ങനെ പുഡിങ്ങും പല തരം ഉണ്ടായിന്. അത് പുഡിങ്ങെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ദുബായിലില്ലേ പുഡിങ്ങൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. ഇവിടെ നാട്ടിൽ പോയി നമ്മൾ പുഡിങ്ങെല്ലാം കഴിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പുഡിങ് നമ്മൾ കഴിച്ചു പോകും. അങ്ങനെ ആടുന്നെല്ലാം പുഡിങ്ങിൻ്റെ വീഡിയോയിൽ എടുക്കാൻ മറന്നേന്. എന്താ പറയുക, കിട്ടുമ്പോൾ നമ്മൾ തിന്നോന് പെട്ടെന്ന്. ഇവിടുന്ന് നമ്മൾ പോയിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് തന്നെ മംഗലുണ്ടായിന്. അങ്ങനെ പാട്ടെല്ലാം കേൾക്കുന്നത് നമ്മൾ കുറച്ച് നേരം അതെല്ലാം നോക്കി കേട്ടിട്ടെല്ലാം നിന്നിന്. പിന്നെ അവിടെ നേരെ പൊരക്ക് പോയിന്. പോകുന്ന വഴിയിൽ എന്തോ എക്സ്പോയെല്ലാം കണ്ടിന്. നമ്മൾ കയറിയിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നും പോകുന്ന ഇഷ്ടമില്ല. പിന്നെ ഒരു ഉമ്മാൻ്റെ റിലേഷൻ്റെ അവിടെ തന്നെ പിന്നെ എൻ്റെ അവിടെ പോയിന്, കസിൻ്റെ അവിടെ പോയിന്. ആടുന്നതാ കുഞ്ഞിനെല്ലാം കളിപ്പിക്കും. ഈ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടാ. ഞാൻ കാണുമ്പോൾ കുഞ്ഞ് വലുതായി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുഞ്ഞ് നടക്കുന്നുണ്ടാട്ടീന്. അപ്പോൾ കുഞ്ഞിനെല്ലാം കണ്ട് അവിടെ പിന്നെ ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിനെയും കളിപ്പിച്ച് കുറേ നേരം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കല്ലേ നമ്മൾ ഇപ്പോൾ കുറേ നാൾ കൂട്ടിയിട്ട് നാട്ടിൽ പോയെങ്കിലും നമ്മളെ മറക്കുന്നില്ല. അറിയാനായെനി ഞാൻ പറഞ്ഞ കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ ചെറിയ. അപ്പോൾ ആ ഒരു സ്നേഹം ഇതെല്ലാം നമ്മളോട് എപ്പോഴും ഉണ്ടാകുന്നറിയോ. അതിന് നമുക്ക് ഏറ്റവും നമുക്ക് വേണ്ട ഈ കുഞ്ഞുങ്ങളെ സ്നേഹമില്ലേ, അതൊരു എന്താ പറയുന്ന ഒരു കറയില്ലാത്ത സ്നേഹം എന്ന് അറിയുന്നില്ലേ, അതാണ് അത്. നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് കളിക്കുമ്പോൾ നമ്മൾ തന്നെ കുഞ്ഞുങ്ങളായി പോകുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവും. അപ്പം നൈലാക്കില്ലേ കുഞ്ഞിന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഓൾ പിന്നെ എങ്ങനെയെല്ലാം എടുത്ത് പിന്നെ കയ്യാതെ പോലതായി വെച്ചിന്. അങ്ങനെ തന്നെ അങ്ങനെ കുറച്ച് നേരം ആടെല്ലാം പോയിട്ട് ഒരു ദിവസമില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴേക്ക് ഒരു മുല്ലപ്പൂ പിടിച്ചിട്ടുണ്ട്. അതെടുത്തിന്. എന്തായാലും പോവെങ്കിലും ആരും ചോദിക്കാതെ എടുക്കാൻ പാടില്ല എന്നല്ലേ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് പോവെങ്കിൽ എന്നോട് പുറത്തിടവാ. അത് നമ്മളവിടെ ഇല്ല ഒരു തറ വന്നിട്ട് ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ ബാക്കിലേക്ക് കൂടിയിട്ട് പോയിരുന്നു. ഞാൻ പിന്നെ ഉമ്മാൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഉമ്മ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിന്. അത് ഉമ്മാനെ ഒളിച്ചിട്ട് ഇങ്ങനെ ആടാടെ നിൽക്കുന്നു, പിന്നെ ഓടുന്നു. അങ്ങനെയല്ലോ ഉമ്മാവും താറാവായിട്ടുള്ള ഒരു ഓട്ട മത്സരം എല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇതില്ലേ ഞമ്മ പുരേന്ന് കൊണ്ടുവരുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാലോ. അപ്പോൾ അതെടുത്തതാണ്. ഞാൻ കുറേ ഫ്രൂട്ട്സ് ദുബായിലേക്ക് കൊണ്ടുവന്നിന്. അത് പിന്നെ വട്ടായി പോയിന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കുറേ എടുത്തിട്ടായിട്ട് മോന് ലഗേജ് എല്ലാം തൂക്കുമ്പോൾ എന്നോട് പറഞ്ഞു 10 കിലോ ഫ്രൂട്ട്സ് തന്നെ ഉണ്ട് മമ്മീന്നില്ല. ഞാൻ അപ്പോഴാന്ന് വിചാരിച്ചാൽ 10 കിലോ അല്ല ഞാനും എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞിട്ടാ അത് എടുക്കുമ്പോഴേക്ക് എത്ര കിലോ ഉണ്ടത്. പിന്നെ എന്തായാലും കൊണ്ടുവന്നിന്. ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ നല്ല മണെല്ലാകുമ്പോൾ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോഴേക്ക് ചിക്കോലിങ്ങനെ ചതിഞ്ഞിങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇക്ക പറഞ്ഞ് നേരെ ജ്യൂസ് മെഷീനിൽ ഇട്ടാൽ മതി. പിന്നെ ചതിഞ്ഞത് ഞമ്മ എടുത്തിട്ടില്ല, തിന്നാൻ കഴിയലാലോ. അത് ഞമ്മ എപ്പോഴും എത്തല് രാത്രിയിൽ പറഞ്ഞില്ലേ പൊരക്ക്. അങ്ങനെ രാത്രിയിൽ ഞമ്മ പൊരക്കല്ലേ എത്തിയിട്ട് അങ്ങനെയെല്ലാം ഉള്ള വീഡിയോ ആണ് ഇത്. നാട്ടിലത്തെ വീഡിയോ. ഇനി ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടുത്തെ വീഡിയോ. ഇത് ഞമ്മയില്ലേ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ആണ്. ഇവിടെ വന്നിട്ട് പെട്ടി പൊട്ടിക്കില്ലേ, അതാണ്. പെട്ടി പൊട്ടിക്കാനുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ചിക്കോല നല്ല ചതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞമ്മ കുറേ ബീഫ് കറിയും അങ്ങനെയെല്ലാം ഞമ്മ സെറ്റ് ചെയ്തിട്ടല്ലേ കൊണ്ടുവന്നത്. ചിക്കുവിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവും. ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന ആൾ നല്ല പച്ച ചിക്കോ മറ്റേ കൊണ്ടുവന്നാൽ മതി. എന്നെ പോലെ പോലത്തെ ചിക്കൊന്നും കൊണ്ടുവരണ്ട.
അല്ലെങ്കിൽ ചിക്കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ അറിയോ, നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ അതിൽ പോകുമ്പോൾ നല്ലൊരു മണമല്ലോ വരുന്നില്ലേ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞെങ്കിൽ ഈ സ്വീറ്റാണ് എനിക്കിഷ്ടം. ഇക്കക്ക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്. അങ്ങനെ ഇക്കാക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതെല്ലാം നാട്ടിൽ നിന്ന് തന്നതാണ്. അതായത് നമ്മളെ പുതിനാട്ടിൻ്റെ പുറയുന്ന തന്നതാണ് ഇത്. പിന്നെ അടുത്ത് ബീഫ് കറി അത് തല്ലതിന്. ഇത് പിന്നെ ഇല്ലേ കുറേ ആൾ തന്നതിന്, ഉമ്മാൻ്റെ റിലേഷനും അങ്ങനെ എല്ലാം ആയിട്ട് നമുക്ക് ബീഫ് കറിയും പിന്നെ കുറേ എന്തെല്ലാം ഐറ്റംസ് എല്ലാം നമുക്ക് തന്നിന്. എന്താ എണ്ണയിൽ പൊരിക്കുന്നതും അതും ഇതും എല്ലാം തന്നിന് നമുക്ക്, എന്തെല്ലോ തന്നിന്. പിന്നെ ഈ പെണ്ണിൻ്റെ പുരേന്നും നമുക്ക് കുറേ തരം ഇഡ്ഡലി, പിന്നെ പത്തൽ, പിന്നെ ഇറച്ചിക്കറി, പിന്നെ എന്താ പുഡിങ്, കുറേ തരം മധുരം, പിന്നെ ഇത് ഈ അച്ചാർ. ഇത് പിറ്റേന്ന് നമ്മളെ നമ്മളവിടെ പകുതി തീർന്നിന്. ഇത് ഉമ്മന്നെ ഇട്ട ഒരു അച്ചാറാണ്. അങ്ങനെ എന്തെല്ലോ തരം നമുക്ക് തന്നിന്, എന്തെന്നൊന്നും ഓർമ്മയില്ല. പിന്നെ ഇതെല്ലാം ഒരാടിന് കൊടുന്ന ഇഡ്ഡലിയാണ്, നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്. അതിൻ്റെ ആകൃതിയിൽ എടുക്കത്തുമ്പോൾ മാറിപ്പോയിന്. ലാസ്റ്റില്ലേ ഞമ്മ കെട്ടെല്ലാം ഇടുന്ന് പൊട്ടിക്കുമ്പോഴേക്ക് ലാസ്റ്റ് ഞാൻ കണ്ടെന്താ അറിയോ, കുറച്ച് നാനും ബട്ടർ നാനും കുറച്ച് മസാല കറികളാണ്. എന്താ പറഞ്ഞാൽ ഷെയ്മാൻ്റെ ഒന്നിച്ച് ഞമ്മ ഫുഡ് കഴിക്കാൻ പോയിനല്ലോ, അത് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പോയതാണ്. അപ്പം ബാക്കിയുള്ള ഫുഡ് കൊടുത്തിട്ടില്ല, നേരെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്. കൊണ്ടുവരുന്ന തിരക്കിൽ അതും കൂടി ദുബായിലേക്ക് എത്തീന്. ഞാൻ പറഞ്ഞു മാഷാ അല്ലാ, അതും കൂടി എത്തീനല്ലോ എന്നിട്ട്. അതറിയാതെ വന്നു പോയതാണ് ദുബായിലേക്ക്. ഇത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് റവ ലഡു. ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു പറയാം. അതുണ്ടാക്കിയിട്ട് എനിക്ക് വെച്ചിട്ടുണ്ടായിന് തന്നതിന്. അങ്ങനെ നാട്ടിൽ നിന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം കഴിയിട്ടെടുത്തിന്. പിന്നെ അതെല്ലാം ചൂടാക്കിയിട്ട് കുറേ എല്ലാം ചൂടാക്കിയിട്ട് അതിൽ ബാക്കി എല്ലാം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിന്. ഷെയ്മാൻ്റെ അടുത്ത ചിക്കനും ഷെയ്മ വാങ്ങി തന്ന ചിക്കനും എല്ലാം ഉണ്ടായിന്. പിന്നെ ഇത് നെയ്പ്പത്തിൽ നമ്മൾ ഇടുന്നെടുത്തവ. പിന്നെ പത്തൽ, ഇഡ്ഡലി, പിന്നെ എന്താ പറയുന്നത് ബീഫ് കറി, പലതരം ബീഫ് കറി ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം നമുക്ക് നാട്ടിൽ തന്നെ ഫുഡ് കൊടുത്തിട്ട് നാട്ടിൽ നിന്നില്ല ഇവിടെ കൊണ്ടുവന്നിട്ട് തോന്നുമ്പോൾ അതൊരു വേറെ തന്നെ ടേസ്റ്റ് ആവാം. നമ്മൾ നാട്ടിൽ നിന്ന് എപ്പം കഴിക്കുന്ന പോലെയല്ല, അത് പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ അതാ ഫ്രിഡ്ജിൽ കണ്ട ഇതെല്ലാം നാട്ടിൽ നിന്ന് ഇതെല്ലാം തന്നതാണ്. പിന്നെ ഉമ്മാൻ്റെ വക കപ്പയുണ്ട്, നമ്മളെ തോട്ടത്തിൽ നമ്മളെ വളപ്പിൽ പിടിച്ച കുറേ കപ്പ കിട്ടിയിട്ടുണ്ടായിന്. അതെല്ലാം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഉമ്മാനെ വിളിച്ചിന് കപ്പ എടുക്കുന്നുണ്ട് വേം വന്നിട്ട് പണിക്കാർ എടുക്കുമ്പോൾ എനിക്ക് വണ്ടി പിടിച്ച് ഞാൻ പോയിട്ടാ. പിന്നെ അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഉമ്മ തന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സഫ്രീൻസ് ബൈറ്റ്സ് എന്നിട്ട് ഇത് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കിക്കോ. ഞാൻ ഒരിക്കൽ ഇൻസ്റ്റയിലെല്ലാം ഇട്ടിന്. നല്ല ഫുഡാണ്. നമുക്ക് കാറ്ററിങ് ആയാലും ഇങ്ങനത്തെ എണ്ണയിൽ പൊരിക്കുന്ന എന്തെല്ലാം ഇല്ലേ, എന്തെല്ലോ സമൂസ, ഉന്നക്കായ, അത് ഇത് എന്തെല്ലാം ഉണ്ട്, അതെല്ലാം കിട്ടും. പിന്നെ കാറ്ററിങ് ഉണ്ടാവും എല്ലാം. ഇത് എൻ്റെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വകയുള്ള കൈപ്പക്ക കറി, ഒരു സ്പെഷ്യലാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാനും ഉണ്ടാക്കലുണ്ടാവുക, ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇക്കാക്ക് ഉമ്മ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഉമ്മാൻ്റെ കൈ കൊണ്ടുണ്ടായിന്. അങ്ങനെ ഉമ്മ അത് തന്നിട്ടുണ്ടായിന്. പിന്നെ അതായത് നാട്ടിൽ ഞാൻ കാണിച്ചിട്ടല്ലോ ഐസ് ഹൽവ എന്നിട്ട് അത് ഞാൻ തിന്നിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്നിന് മക്കൾക്ക്. ഇത്രല്ല കുറേ കൊണ്ടുവന്നു. ഇതെല്ലാം മക്കൾ തിന്നിട്ട് തീരാനാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് അറിയോ, നമ്മളെ നാട്ടിലില്ല ഇത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തേ. അപ്പോൾ ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടിട്ട് അത് അന്ന് കിട്ടിയപ്പോൾ ഞാൻ എടുത്ത്. ഇതെല്ലാം മൈസൂരിൽ നിന്ന് കൊടുന്നത്. ഇതാണ് ഓരാടുന്ന് കൊടുന്ന പുഡിങ്, ഈ അൾനീർ പുഡിങ്ങില്ല. അപ്പോൾ പാൽ ഒഴിക്കാതെ കൊടുന്ന നമ്മൾ കട്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എന്തും ആയിട്ടുണ്ടായിട്ടാ. നമ്മൾ ഇവിടുന്ന് പാല് മാത്രം ഒഴിച്ചിന്, ബാക്കിയെല്ലാം ഒരു സെറ്റാക്കി തന്നിട്ടുണ്ടായിന്. ഇങ്ങനെ നമുക്ക് പുഡിങ്ങെല്ലാം ഇടയ്ക്കിടയ്ക്ക് കിട്ടിയെങ്കിലേ ഭയങ്കര സുഖമല്ലേ അല്ലേ. കാരണം നമ്മളുടെ ഞാൻ പുഡിങ്ങൊന്നും ഉണ്ടാക്കലില്ല അങ്ങനെയൊന്നും. നമുക്ക് പിന്നെ ഇവിടെ അങ്ങനെ വിരുന്ന് അത് ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് പുഡിങ് അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കലില്ല. എപ്പോഴെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. അല്ലേ നമ്മളെ സാധാ പയറുകറി, മത്തിക്കറി, അല്ല പിന്നെ മീൻ കറി അങ്ങനെയല്ലോ അല്ലേ. അതല്ലേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ പിറ്റേന്ന് തന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയി ഫീസെല്ലാം കിട്ടാനുണ്ടായിന്. എന്നിട്ട് വരുമ്പോൾ മക്കളെ എടുത്തിട്ട് വന്നിട്ട് യൂണിഫോമോട് കൂടി പിന്നെ ഓരോരു പരാതിയും തീർക്കണമല്ലോ. ഞാൻ കുറേ ദിവസം നാട്ടിൽ വന്നല്ലേ, എന്നിട്ട് അന്ന് ഫുഡെല്ലാം കഴിച്ചിന്, KFC തിന്ന്. പിന്നെ കുറച്ച് സാധനമെല്ലാം എടുക്കാനുണ്ടായിന്. അതെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പൊരുക്ക് വന്നിനെ. അപ്പോൾ ഇത് ഇടുന്നെടുത്ത വന്ന പാടെടുത്ത വീഡിയോ. ഇനി ബാക്കിയുള്ള വീഡിയോ എല്ലാം കുറച്ച് എടുത്തിന് പോയിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിലല്ലോ. അപ്പോൾ അതെല്ലാം ഇൻഷാല്ലാ ഞാൻ ഇടാവേ. പിന്നെ പുതിയ സബ്സ്ക്രൈബറെല്ലാം ഇല്ല, കുറച്ച് ആൾക്കാരെല്ലാം ചോദിച്ചിന് എനിക്ക് എത്ര മക്കളെന്ന്. എനിക്ക് 6 മക്കൾ.
വലിയ മോനെ കണ്ടിരുന്നല്ലോ, അതിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു മോന്, പിന്നെ ട്വിൻസ് രണ്ടാളത് ട്വിൻസ് പോലെ ഉണ്ടാവില്ല കണ്ടെങ്കിൽ ഒരു ട്വിൻസ്, പക്ഷെ സ്വഭാവം ഒരു ട്വിൻസ് പോലെ ഇല്ല, ഒന്നുമില്ല. ഭയങ്കര സ്നേഹമെന്നല്ല നിങ്ങൾക്ക് തോന്നും, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കുത്തിക്കടിയാണ് രണ്ടും. പക്ഷേ രണ്ടാളും പിരിഞ്ഞിരിക്കുകയല്ല, അത് ഭയങ്കര ഇതാണെന്നറിയോ ട്വിൻസിൻ്റെ കാര്യത്തിൽ, അങ്ങനെയൊന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാഹ്.